ജീവിതത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളെ ഇനി ഒരിക്കലും മടങ്ങി വരാതെ വണ്ണം അടക്കം ചെയ്യുന്ന സ്ഥലമാണ് ശവക്കുഴികൾ എന്ന് പറയുന്നത്. ഒരുപാട് പേർ വേദനയോടുകൂടി ഞങ്ങൾക്കിനി ഒന്നും സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് അവരും കൈയൊഴിഞ്ഞിട്ട് മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അകന്നു മാറുന്ന സ്ഥലമാണ് ശവക്കുഴി എന്ന് പറയുന്നത്. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന സ്ഥലം. പരിശുദ്ധാത്മാവ് ഇന്നൊരു ദൂത് പറയുകയാണ്, അങ്ങനെ എല്ലാവരും കൈവിട്ടിട്ട് സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും സഹായിക്കാൻ ഇനി പറ്റില്ലല്ലോ എന്നുള്ള സ്ഥിതിയിൽ നിൽക്കുമ്പോഴും, എല്ലാ പ്രതീക്ഷകളെയും ഇനി മണ്ണിട്ട് മൂടിയാൽ മതി, ലാസ്റ്റ് സ്റ്റേജിൽ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് മാറുമ്പോൾ കർത്താവിന്റെ വചനം നിങ്ങൾ കേട്ടുകൊള്ളുക. ആ ശവക്കുഴിയിൽ നിന്ന് ജീവൻ നൽകി എഴുന്നേൽപ്പിച്ച് പുതിയ ഒരു ശരീരം നൽകി ഒരു സൈന്യമാക്കി മാറ്റുവാൻ ശക്തിയുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവം നഷ്ടമായി പോയ നിങ്ങളുടെ പ്രതീക്ഷകളെയും, നഷ്ടമായി പോയ നിങ്ങളുടെ നന്മകളെയും, നഷ്ടമായി പോയ നിങ്ങളുടെ ബന്ധങ്ങളെയും മടക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഏറ്റവും സന്തോഷകരമായ സന്ദേശം കേൾക്കുവാൻ നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുന്ന അല്ലെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന അതിനുവേണ്ടി അവസരം കണ്ടെത്തിയ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടുകൂടി വന്ദനം ചെയ്യുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റും. അങ്ങനെ കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ. തൊട്ട് പുറകിലത്തെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ ശവക്കുഴികളെ തുറക്കും, എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകൻ ഒരു വലിയ ദൂതാണ്. ഇസ്രായേൽ ജനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള ദൂതാണ് 37-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അതിന്റെ പിന്നിലെ പശ്ചാത്തലം, ഇസ്രായേൽ ജനം അടിമകളാക്കപ്പെട്ടിരിക്കുകയാണ്. അടിമകളാക്കപ്പെട്ടിരിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യർക്കുള്ള സാധാരണ അവകാശങ്ങളും നഷ്ടപ്പെട്ട് അവർ ശവങ്ങളെ പോലെയോ അല്ലെങ്കിൽ ബന്ധം വിട്ട അസ്ഥി കുമ്പാരത്തെ പോലെയൊക്കെ തകർന്നു കിടക്കുന്ന സ്ഥിതിയിലാണ് ബാബിലോന്യ പ്രവാസം എന്ന് പറയുന്നത്. BC 605 ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഈജിപ്തിനെ കീഴടക്കിയാണ്, കർക്കമിഷ് വാർ എന്ന് പറയുന്ന യുദ്ധത്തിൽ ഈജിപ്തിനെ കീഴടക്കിയാണ് ബാബേൽ സാമ്രാജ്യത്തിന്റെ ആരംഭം കുറിക്കുന്നത്. പിന്നീട് വന്ന നെബൂഖദ്നേസർ രാജാവ്, നെബൂഖദ്നേസറിന്റെ മകൻ നെബൂഖദ്നേസർ രാജാവ് ആ സാമ്രാജ്യം വിശാലമാക്കിയാണ് ഇസ്രായേലിനെ കീഴടക്കിയത്. ഇസ്രായേലിനെ കീഴടക്കി, യഹൂദന്മാരെ മുഴുവൻ കീഴടക്കി. പിന്നീട് യഹൂദന്മാർ 70 വർഷത്തോളമാണ് അന്യരാജ്യങ്ങളിൽ തടവുപുള്ളികളായിട്ടും ബാക്കി ആ നാട്ടിൽ തന്നെ ജനങ്ങളെ അവിടെ കൊന്നു മുടിച്ചതൊക്കെ കാണുന്നത് 70 വർഷത്തോളമാണ്. പിന്നീട് പേർഷ്യൻ രാജാവായ കോരശിനെ കൊണ്ടാണ് ദൈവം ആ ജനത്തെ ആ ഇസ്രായേലിലേക്ക് കുറെ പേരെ മടക്കിക്കൊണ്ടുവരുന്നത്. 50,000-ഓളം പേരോളം ആദ്യത്തെ ട്രിപ്പിൽ അവർ മടങ്ങി വരികയാണ്. അപ്പോഴേക്ക് 70 വർഷം കഴിഞ്ഞിരുന്നു. ആ നാളെല്ലാം കുപ്പക്കുന്നായി ചണ്ടിക്കൂമ്പാരങ്ങൾ പോലെ കിടന്ന സ്ഥലമാണ്. പക്ഷെ കർത്താവിന്റെ ആ ഒരു ദൂത് ഈ പ്രവാസത്തിൽ ജനം കിടക്കുമ്പോൾ തന്നെ, നാട് നശിക്കപ്പെട്ട് കിടക്കുമ്പോൾ തന്നെ, യെഹെസ്കേൽ പ്രവാചകൻ ബാബേലിൽ ഇരുന്നുകൊണ്ട് അവിടെയുള്ള കെബാർ നദി എന്ന് പറയുന്ന നദിയുടെ തീരത്തിരുന്നുകൊണ്ട് ദൈവിക ദർശനം കാണുകയാണ്. നീ പോയി പ്രവചിക്ക്, ആ ബന്ധം വിട്ടുപോയ അസ്ഥി താഴ്വരയിൽ അസ്ഥികൾ മാറി മാറി കിടക്കുന്നിടത്ത് നീ പ്രവചിക്ക്, ഇത് ജനമായി മാറാൻ പോകുകയാണ്. ആ ജനമെല്ലാം സൈനികരായി മാറി അവരെ ദൈവം എഴുന്നേൽപ്പിച്ച് വലിയൊരു സൈനിക ശേഷിയുള്ളവരാക്കി മാറ്റാൻ പോകുകയാണ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന് മുമ്പ് 536 ക്രിസ്തുവിന് മുമ്പ് BC 536 കോരേശ്, പേർഷ്യൻ രാജാവ് കോരേശ് തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ഇസ്രായേൽ ജനത്തിന് മടങ്ങിപ്പോകാൻ അവസരം കൊടുത്തെങ്കിലും ഏറ്റവും വലിയ സൈനിക ശേഷിയായി പിന്നീട് വളർന്നതിനെ കുറിച്ച് 2026 ജീവിക്കുന്ന നമുക്കറിയാം, അല്ലെങ്കിൽ 2000-കളിൽ ജീവിക്കുന്ന നമുക്കറിയാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശേഷിയായിട്ട് ഇസ്രായേലിനെ ദൈവം മാറ്റുകയായിരുന്നു. എത്രയോ കാലങ്ങൾ, കാലഘട്ടങ്ങൾ, നൂറ്റാണ്ടുകൾ ചിതറപ്പെട്ട് കിടന്ന ഇസ്രായേലിനെ, യഹൂദന്മാരെ ദൈവം സൈനികരാക്കി എഴുന്നേൽപ്പിക്കുകയാണ്. ഇത് ദൈവത്തിന്റെ വാക്ക് അക്ഷരികമായി നടന്നതാണ്. പക്ഷെ ഇന്നത്തെ സന്ദേശം, ഇതിനകത്തൊരു ആത്മീയ സന്ദേശമുണ്ട് എനിക്കും നിങ്ങൾക്കും. ഏതെങ്കിലും കാരണങ്ങളാൽ, ഏതെല്ലാം കാരണങ്ങളാലാണെങ്കിലും അടിമകളാക്കപ്പെട്ട്, തകർക്കപ്പെട്ട്, നുറുക്കപ്പെട്ട് ഇനി ഒരിക്കലും
കൂട്ടിച്ചേർക്കപ്പെടുകയില്ല, ഐക്യമാകപ്പെടുകയില്ല, ബന്ധം തുടരാൻ പറ്റുകയില്ല, ജീവിക്കാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞ് ജീവിതം മടുത്തുപോയവരും, ബന്ധങ്ങൾ അകന്നുപോയവരും, ആരോഗ്യവും അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ട് എല്ലാം മതിയാക്കി ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. പരിശുദ്ധമ്മ പറയാണ്, നിങ്ങളെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടത്തുനിന്ന്, ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയാതിരിക്കുന്നിടത്തുനിന്ന്, ആരും നിങ്ങളെ സഹായിക്കാൻ ഇല്ലാതിരിക്കുന്നിടത്തുനിന്ന് നിങ്ങളെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകി മടക്കിക്കൊണ്ടുവരുവാനും ഒരു സൈനിക ശക്തി നിങ്ങൾക്ക് നൽകി ബലപ്പെടുത്തി ഉയർത്തെഴുന്നേൽപ്പിച്ചു നിർത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന്റെ ശക്തി നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തിയാണ്. പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. ഞാൻ ഒത്തിരി ബലഹീനനാണ്, പക്ഷെ എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ തകർന്നിരിക്കുന്ന അവസ്ഥ ദൈവം അറിയുന്നു. നുറുക്കപ്പെട്ട ഹൃദയത്തെ കർത്താവ് നിരസിക്കുകയില്ല. പഴയ നിയമത്തില് മനുഷ്യന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി ഒരു ഊനമില്ലാത്ത ആടിനെയോ ഉറുമ്പ്രാവിനെയോ ഒക്കെ കൊണ്ടുവന്ന് യാഗം കഴിക്കുവാൻ. അപ്പൊ അതിന്റെ മാംസം കണ്ണമായി മുറിച്ച് യാഗപീഠത്തിൽ വെക്കും. അപ്പൊ ദൈവം ആ മൃഗത്തിന്റെ അല്ലെങ്കിൽ യാഗവസ്തുവിനെ കാണുമ്പോൾ ദൈവം മനസ്സിലാക്കുകയാണ്, തകർന്നിരിക്കുന്ന അല്ലെങ്കിൽ നുറുക്കപ്പെട്ടിരിക്കുന്ന ആ ജീവിയുടെ ശരീരം അത് കാണുമ്പോൾ പാപം ചെയ്തവനായത് കൊണ്ടുവന്നിരിക്കുന്നു. അവനും കാണുമ്പോൾ പറയുന്നത്, ഞാനും ഇതുപോലെ നുറുക്കപ്പെടേണ്ടവനായിരുന്നു, പക്ഷെ എനിക്ക് പകരമായിട്ട് ഈ ആട് നുറുക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു, ഇനി ഞാൻ പാപം ചെയ്യരുത്. അതാണ് അവനെടുക്കേണ്ട തീരുമാനം. കർത്താവോ ഈ മൃഗം അറക്കപ്പെട്ടതുകൊണ്ട് വേദനിച്ച് കരുണയോടുകൂടി അവന്റെ പാപങ്ങളെ ക്ഷമിച്ച് അവനെ പറഞ്ഞയക്കുക. അങ്ങനെ തകർന്ന് നുറുക്കപ്പെട്ടിരിക്കുന്ന ആ യാഗവസ്തുവിനേക്കാൾ കർത്താവ് നോക്കിയപ്പോൾ അത് പുറമേ ഉള്ളതല്ലേ, തകർന്നിരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തെയാണ് കണ്ടത്. നുറുക്കപ്പെട്ടിരിക്കുന്ന ഹൃദയത്തെ കർത്താവ് നിരസിക്കാതെ അവരെ ചേർക്കാനും അവരെ സഹായിക്കും. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സെന്നാണ് 51 സങ്കീർത്തനത്തെ പറയുന്നത്. നിങ്ങളുടെ മനസ്സ് തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നുറുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളോട് കരുണ തോന്നും. നിങ്ങളെ ദൈവം അവഗണിക്കുകയില്ല, നിങ്ങളെ ദൈവം കൈവിടുകയില്ല. ദൈവം നിങ്ങളെ വിടുവിക്കും, ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും, ദൈവം നിങ്ങൾക്ക് ശക്തി പകരും. നിങ്ങൾ വലിയൊരു ജാതിയായി തീരും, നിങ്ങൾ വലിയൊരു രാഷ്ട്രമായി തീരും എന്ന് ഇസ്രായേലിനോട് പറഞ്ഞു, യാക്കോബിനോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വളർച്ചയും ഉയർച്ചയും ദൈവം കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരുപാട് ദൂരം നിങ്ങൾക്ക് ജീവിക്കുവാനും മുന്നോട്ട് പോകുവാനും ഉണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദൈവികമായ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കുവാനുണ്ട്. നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ശ്രേഷ്ഠതകളിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴിയല്ല എൻ്റെ വഴികൾ, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികൾ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ ഉയർന്നിരിക്കുന്നു. അതെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഉന്നതമായ വിചാരങ്ങൾ, ഉന്നതമായ വഴികൾ തുറന്നു വെച്ചിരിക്കുക. അതുകൊണ്ട് പ്രതീക്ഷകളെല്ലാം നഷ്ടമായി, ഇനി എനിക്കും പ്രതീക്ഷയില്ല, എന്നെക്കുറിച്ച് ആർക്കും പ്രതീക്ഷയില്ല ചിന്തിക്കേണ്ട, ദൈവത്തിന് വരെ പ്രതീക്ഷയുണ്ട്. ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറക്കും, ഞാൻ നിങ്ങളെ കയറ്റും, ഞാൻ നിങ്ങളെ മടക്കി അയക്കും, ഞാൻ യഹോവ എന്നറിയും. അതെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളുടെ നഷ്ടമായ ജീവിതത്തെയും നന്മകളെയും ആരോഗ്യത്തെയും സമ്പത്സരത്തെയും മടക്കി തരാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഞാൻ നിങ്ങൾക്ക് കൂടെ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ വചന സന്ദേശം ഞങ്ങൾ കേൾക്കുകയാണ്, സ്വീകരിക്കുകയാണ്. എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് ഞാൻ ശവക്കുഴിയിൽ നിന്ന് കയറ്റും. ലാസറിന്റെ കല്ലറ തുറന്ന് ലാസറിനെ പുറത്തു കൊണ്ടുവന്ന് പുതിയ മനുഷ്യനാക്കി നിർത്തിയതുപോലെ സമൂഹത്തിന്റെ എല്ലാ പ്രതീക്ഷകളെയും, കർത്താവെ, സമൂഹം തള്ളിക്കളഞ്ഞ എല്ലാ സാഹചര്യങ്ങളെയും കർത്താവെ മറന്നതിനപ്പുറത്തേക്ക് ഒരു പുതിയ ജീവന്റെ പ്രതീക്ഷ നൽകി, ജീവിതം നൽകി. ലാസറിനെ മാനിച്ചതുപോലെ കർത്താവെ, ഈ മക്കളുടെ നഷ്ടമായിട്ടുള്ള ജീവന്റെയും ജീവിതത്തിന്റെയും പ്രതീക്ഷകളെല്ലാം മടക്കി നൽകി ദൈവികമായ ഒരു കെട്ടുപണി ചെയ്ത് മക്കളെ അനുഗ്രഹിക്കുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ സ്വസ്ഥത അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധങ്ങൾ ദൃഢപ്പെടട്ടെ, ദൈവികമായ ബന്ധങ്ങൾ വളർന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പിശാച് വിതച്ച സകല അകൽച്ചകളും വിദ്വേഷങ്ങളും മാറിപ്പോകട്ടെ. ദൈവികമായ സ്വസ്ഥതയും സമാധാനവും നിറയട്ടെ.
മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനും വന്ന പിശാചിന്റെ സകല പ്രവൃത്തികളെയും കർത്താവ് അഴിച്ചിട്ട് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും വന്ന യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. കർത്താവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ. കർത്താവിൽ വിശ്വസിക്കുക, സകലതും കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.